ഒരിക്കൽ 3 സുഹൃത്തുക്കൾ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയി. ആ സെമിനാറിലെ ടോപ്പിക്ക് ഇന്ത്യൻ പ്രോഡക്റ്റിന് ഗ്ലോബൽ മാർക്കറ്റിലുള്ള പൊട്ടൻഷ്യൽ പോസിബിലിറ്റിയെ കുറിച്ചായിരുന്നു. ഈ സെമിനാർ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഈ 3 പേർക്കും 3 വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ടായി. ഒരാൾ ചിന്തിച്ചത് 25 ക്രോഴ്സിന്റെ ബിസിനസിനെ കുറിച്ചാണ്, മറ്റേയാൾ ചിന്തിച്ചത് 70 ക്രോഴ്സിന്റെ ബിസിനസിനെ കുറിച്ച്. എന്നാൽ മൂന്നാമത്തെ ആൾ ചിന്തിച്ചത് 1000 ക്രോഴ്സിന്റെ ബിസിനസിനെ കുറിച്ചാണ്. ഒരേ ഹാൾ, ഒരേ സ്പീക്കർ, ഒരേ വാക്കുകൾ. എന്തുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ ചിന്തകൾ വന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഒരുപോലെ ചിന്തിക്കാഞ്ഞത്? അപ്പോഴാണ് നെപ്പോളിയൻ ഹിൽസിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം ഒരു ആശയം തരുമ്പോൾ അത് നേടാനുള്ള ശക്തിയും നിനക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് 1000 ക്രോഴ്സിന്റെ ബിസിനസിനെ കുറിച്ച് ആ മൂന്നാമത്തെ ആൾ മാത്രം ചിന്തിച്ചു? അതൊരിക്കലും ഒരു ആക്സിഡന്റ് അല്ല, കോയിൻസിഡൻസ് അല്ല, അത് തികച്ചും ഒരു എക്സിസ്റ്റൻഷ്യൽ കോൺസ്പിറസിയാണ്. ജീവിതം ആ വ്യക്തിയോട് പറയുകയാണ്, നീ ഇതിലും വലിയതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് എല്ലാവരും മെറ്റീരിയൽ സക്സസിന് പിന്നാലെ ഓടുന്ന സമയത്ത് ചിലർ സ്പിരിച്വൽ പാത തിരഞ്ഞെടുക്കുന്നത്. കാര്യം അവരുടെ ഉള്ളിലുള്ള ഒരു ശബ്ദം പറയുകയാണ്, നീ ഇനിയും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുമെന്ന്. നമ്മുടെ ഉള്ളിലെ സീക്കർ റെഡിയാകുമ്പോൾ അവസരങ്ങൾ നമ്മളെ തേടി വരും. അതിനെ തിരിച്ചറിയുക, അംഗീകരിക്കുക, സ്വയം എൻഡോസ് ചെയ്യുക. അവസരങ്ങൾ പരിശ്രമത്തെ കണ്ടുമുട്ടുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.